പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം പടരുന്നു എന്നൊരു വാർത്ത വരുന്നു. 20-ലേറെ കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ചെറിയ കണക്കല്ല, ഒന്നും രണ്ടുമല്ല. കണ്ണൂരിൽ നടന്ന ആദ്യഘട്ട ഗെയിംസ് മത്സരത്തിൽ പങ്കെടുത്തവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സെപ്റ്റംബർ 26, 27 തീയതികളിലായിരുന്നു ഈ മത്സരം നടന്നത്. തിരുവനന്തപുരത്ത് മാത്രം രോഗം സ്ഥിരീകരിച്ച് ചികിത്സ തേടിയത് 6 പേരാണ്. നമുക്ക് പ്രതികരണങ്ങളുണ്ടെന്ന് കേൾക്കാം. നമ്മുടെ സ്കൂൾ കായികമേളയായിട്ട് തിരുവനന്തപുരത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 22-ാം തീയതി ആയപ്പോൾ എനിക്ക് ഒട്ടും വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ആഹാരം കഴിച്ചത്, അങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എനിക്ക് അറിവില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് എനിക്ക് നമ്മളെ ഫോൺ വഴി കഴിഞ്ഞ മാസം നമ്മുടെ സ്കൂൾ കായികമേളയായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ ടെന്നിക്കോയ്റ്റ് എന്നുള്ള ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് 12 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് നമ്മൾ അന്ന് അവിടെ പോയിട്ടുള്ള പല കുട്ടികൾക്കും, പല ജില്ലകളിലെ കുട്ടികൾക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായിട്ട് അറിയാൻ കഴിയുന്നത്. വെള്ളത്തിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. ഒരു നേരത്തെ ഫുഡേ അവർ കൊടുത്തുള്ളൂ. വെള്ളം ശുദ്ധി അല്ലായിരുന്നു എന്നാണ് അറിയുന്നത്. അതായത് വാട്ടർ പ്യൂരിഫയറിൻ്റെ അടുത്ത് തന്നെയാണ് വാഷ്റൂം ആയിരുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത്. കൊല്ലം ജില്ലയിലെ 6 കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒരാൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. തിരുവനന്തപുരത്തെ ഒരു അധ്യാപകനും രോഗബാധയുണ്ട്. മത്സരം നടന്ന സ്കൂളിൽ നിന്ന് കുടിച്ച വെള്ളത്തിൽ നിന്ന് രോഗം പടർന്നു എന്നാണ് ടീം സംശയിക്കുന്നത്. ജില്ലാ ടീം മാനേജർ സന്തോഷ് പി തോമസ് പറഞ്ഞതും അങ്ങനെയാണ്. പത്തനംതിട്ട സ്വദേശിനി +1 വിദ്യാർത്ഥിക്കും മഞ്ഞപ്പിത്തമുണ്ട്. ജില്ലയിൽ നിന്ന് പങ്കെടുത്ത 10 കായിക താരങ്ങൾക്കും പനി ലക്ഷണമുണ്ടെന്ന് കോച്ച് അമൽ സന്തോഷ് ജോസഫും വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഞങ്ങൾ 10 പേരാണ് പോയത്. അതിൽ 6 കുട്ടികൾക്ക്, അതായത് 4 ബോയ്സിനും 2 ഗേൾസിനുമാണ് നിലവിൽ അസുഖം വന്നിരിക്കുന്നത്. 4 പേരും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും ഒരാൾ പ്രൈവറ്റ് ട്രിവാൻഡ്രം കിംസിലുമാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുള്ളത്. എല്ലാ ജില്ലകളിലെയും കുട്ടികൾക്ക് ഇത് അസുഖം ബാധിക്കും. ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് അവിടെ നൽകിയ വെള്ളത്തിൻ്റെയോ ചിലപ്പം അല്ലെങ്കിൽ ഫുഡിൻ്റെയോ എന്തെങ്കിലും. ഫുഡെന്ന് പറയുമ്പോൾ നമുക്ക് ആ കുട്ടികൾക്ക് സർക്കാർ അവിടെ ഡി ആണ് കൊടുത്തിരുന്നത്, അലവൻസാണ് അവർ കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. കുട്ടികളെല്ലാം പുറത്ത് പോയി കഴിക്കുമായിരുന്നു. എവിടുന്ന് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഞങ്ങൾ വിചാരിക്കുന്ന ഈ കളിച്ച കുട്ടികൾക്ക് ഈ അസുഖം വന്ന സ്ഥിതിക്ക് കാര്യം കുട്ടികൾ ഈ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ആവാം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ജില്ലയിലെയും അധ്യാപകർക്ക് സംശയമായി നിലനിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ 2 പേർക്ക് മഞ്ഞപ്പിത്തമുണ്ട്, 3 പേർക്ക് പനിയുണ്ട്. ഞങ്ങളുടെ ഒരു 30-ലധികം താരങ്ങൾക്ക്, ആ മേളയിൽ പങ്കെടുത്ത 30-ലധികം താരങ്ങൾക്ക് നിലവിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫിൽറ്റർ ഉണ്ടായിരുന്നു. ആ ഫിൽറ്ററിൽ നിന്ന് കുട്ടികളെല്ലാം വെള്ളം കുടിച്ചിട്ടുണ്ട്. ഭക്ഷണം കോമൺ ആയിരുന്നില്ല, പല കുട്ടികളും പലർത്തുന്ന ഭക്ഷണം കഴിച്ചു. എന്നാൽ ഈ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കുടിച്ച കായിക താരങ്ങൾക്കാണ് നിലവിൽ ഈ ഒരു മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 പേർക്കും ലിവറിനെ ബാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു കുട്ടി പരുമല ഹോസ്പിറ്റലിൽ, ഒരു കുട്ടി പുഷ്പഗിരിയിൽ ഇപ്പം നിലവിൽ അഡ്മിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഡോക്ടർമാർ പറയുന്നത് 1 മാസത്തോളം പഴക്കമുള്ള മഞ്ഞപ്പിത്തമാണെന്നും ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും ആണ് ഡോക്ടർമാർ അറിയിച്ചേക്കുന്നത്. അതാണ് അതിനകത്തൊരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. 1-2 കുട്ടികൾക്ക് അല്പം കടന്നുപോയി ഈ ജോണ്ടിസ് എന്നുള്ളത്, മഞ്ഞപ്പിത്തം എന്നുള്ളത്. അത് എവിടെ നിന്ന് വന്നു, അതിൻ്റെ ഉറവിടം എവിടെയാണ്? ഫിൽട്ടർ എന്നാണ് പറയുന്നത്, പക്ഷേ അങ്ങനെ ആകാൻ സാധ്യതയില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഇവരാരും ഒരിടത്തുനിന്ന് ഭക്ഷണം കഴിച്ചവരല്ല. ഇവർക്ക് DA കൊടുത്തിരുന്നത് കൊണ്ട് പല ഹോട്ടലുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചവരാണ്. അതേസമയം രോഗ ഉറവിടം സ്കൂളാകാൻ സാധ്യതയില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സുനിഷയിൽ ഒരു കൊല്ലത്ത് നിന്നും ദിലീപ് ദേവസ്യയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സുനിഷയിലേക്ക്. സുനിഷ, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജോണ്ടിസ് വന്നു. ചില കുട്ടികൾക്ക് അത് അല്പം കടുത്തുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. കുട്ടികളുടെ നില എങ്ങനെയുണ്ട് സുനിഷ? അരുൺ, നിലവിൽ മനസ്സിലാക്കുന്നത് ചില കുട്ടികൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ല, പക്ഷെ മറ്റു ചില കുട്ടികൾ ICUവിൽ അടക്കം തുടരുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് മാത്രം കണക്ക് നോക്കിയാൽ തന്നെ ചില കുട്ടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ അരുൺ, 30-ലധികം 20-ലധികം കുട്ടികൾ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ മാഷ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ചില കുട്ടികൾക്ക് ലക്ഷണങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 30-ലധികം കുട്ടികൾക്ക് ഈ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ കണ്ണൂർ കായികമേളയിലേക്കും ഒപ്പം തന്നെ ഈ ഫിൽറ്ററിലെ വെള്ളമാണോ എന്ന സംശയത്തിലേക്കും എത്തുന്നത് എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ടത്. അതായത് സെപ്റ്റംബർ 26, 27 തീയതികളിലായിരുന്നു ടെന്നിക്കോയ്റ്റ് എന്ന മത്സരം നടന്നിരുന്നത്. സാധാരണ രീതിയിൽ കായികമേളയിൽ ആദ്യഘട്ട മത്സരം, ഈ ഗെയിംസിന്റെ ആദ്യഘട്ട മത്സരം എന്നുള്ള രീതിയിലാണ് കണ്ണൂരിൽ നിന്ന് നടക്കുകയും ചെയ്തത്. സ്വാഭാവികമായും എല്ലാ ജില്ലകളിൽ നിന്നും ടെന്നിക്കോയ്റ്റിന്റെ മാത്രം 12ഉം 10ഉം ടീമുകളായാണ് അവിടേക്ക് പങ്കെടുക്കാൻ എത്തുകയും ചെയ്തത്. തിരിച്ചു വന്ന് ഒരു മാസം പിന്നിടുമ്പോൾ, ഏകദേശം ഒക്ടോബർ 21, 22 ഒക്കെ ആകുമ്പോഴാണ് പനിയും മറ്റു ബുദ്ധിമുട്ടും
ബുദ്ധിമുട്ടുകളും തുടങ്ങിയിരുന്നത്. പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് കാണിക്കുന്നു. ആദ്യഘട്ടത്തിൽ പനിയാണ് എന്നത് മാത്രമാണ് കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് കാണിച്ചപ്പോഴാണ് ആദ്യം തിരുവനന്തപുരത്തെ കോച്ചിന് പനി ബാധിച്ച് അത് മഞ്ഞപ്പിത്തമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. പിന്നാലെ തന്നെ തൊട്ടടുത്ത് ഇതേ കായികമേളയിൽ പങ്കെടുക്കാൻ പോയ കൂടെയുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾക്ക് കൂടി പനി ഉണ്ടായിട്ടുണ്ട്. അത് മഞ്ഞപ്പിത്തമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അങ്ങനെ സംശയം തോന്നിയാണ് മറ്റ് ജില്ലകളിൽ ഇവരുടെ തന്നെ അസോസിയേഷന്റെ ഗ്രൂപ്പുകളുണ്ട്, ഈ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോഴാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നോക്കുമ്പോൾ ഓരോ ജില്ലകളിലും 2 മേൽ കുട്ടികൾക്ക് ഇത്തരത്തിൽ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. പിന്നാലെയാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു രോഗം ബാധിച്ചത്. ഇപ്പൊ തന്നെ രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചത് 2 മാസത്തിനിടയിൽ എവിടെ നിന്നെങ്കിലും വെള്ളമോ ആഹാരമോ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്കൂളിൽ നിന്നുള്ള ഫിൽറ്ററിലുള്ള വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം പലരും പലയിടത്തു നിന്നും കഴിച്ച കുട്ടികളാണ്, വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഇടത്ത് നിന്ന് കഴിച്ചവരാണ്. താമസവും ഒരു സ്ഥലത്തായിരുന്നില്ല എന്നത് കൂടിയുണ്ട്. ആ പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ ആയിരുന്നു. അതുകൊണ്ട് താമസ സ്ഥലത്ത് നിന്നാണെന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ സ്കൂളിലെ ഫിൽറ്ററിലെ വെള്ളം കുടിച്ചതായിരിക്കാം കാരണമെന്നത് എത്തിയിട്ടുള്ളത്. ഏതായാലും ഉറവിടം കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. ഇത്രയും അധികം ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായും ഉറവിടം ഇതാണോ എന്ന സംശയത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. അരുൺ, താങ്ക് യു. സുനിഷയാണ് ചേർന്നത്.